ഹായ് ഡീസ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ബനാന കൊണ്ടൊരു കട്ട്ലേറ്റ് തയ്യാറാക്കിയാലോ. ഇൻസ്റ്റാഗ്രാം വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ കണ്ട ഒരു റെസിപ്പിയാണ്. കണ്ടപ്പോൾ നല്ല സിമ്പിളായിട്ട് തോന്നി, അപ്പോൾ തയ്യാറാക്കിയതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കാഷ്നട്ടും കിസ്മിസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതൊന്ന് റോസ്റ്റഡ് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് എത്രയാണോ മധുരം ആവശ്യം അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ പാകത്തിനുള്ള മധുരമാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൗഡറും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇവിടെ നമ്മുടെ മിക്സ് തയ്യാറായിട്ടുണ്ട്. പിന്നെ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 3 നേന്ത്രപ്പഴം ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഒരു സ്പൂൺ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെയൊക്കെ മിക്സ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ, വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ഇതൊന്ന് കയ്യിൽ എണ്ണയോ നെയ്യോ എന്തെങ്കിലും തടകിയിട്ട് ഇതുപോലെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം. എല്ലാം ഇതേപോലെ ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു മുട്ട വേണമെങ്കിൽ അത് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഗോതമ്പ് മാവിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മൈദ മാവ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസും കൂടി വേണം. എന്നിട്ട് ഈ മാവിൻ്റെ മിക്സിലോട്ടൊന്ന് നമ്മൾ നേരത്തെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടിരിക്കുന്ന ആ ബനാനയുടെ മിക്സ് ഒന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് നമ്മൾ സാധാ കട്ട്ലറ്റ് തയ്യാറാക്കുമല്ലോ അതുപോലെ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. നെയ്യിൽ വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇതിലേക്ക് ഇട്ടിട്ട് 2 സൈഡും ഒന്ന് കളറ് മാറി വരുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കട്ട്ലറ്റാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒന്നും കൂടിയാണ്. കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ടിരുന്ന സമയത്ത് നമുക്കിത് ഏത്തമ്പഴമൊക്കെ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒന്നല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത്.